ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. ഇന്ന് അഭിഷേകാന്തി കാണുന്ന കാര്യം മറക്കണ്ട കേട്ടോ. ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞാലേ പലരും ഇതിലെ പള്ളിയിലെ ശുശ്രൂഷയിലായിരിക്കും കേട്ടോ. കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ. സുഖമായിരിക്കുന്നു കേട്ടോ. ക്രിസ്മസിനൊക്കെ അതല്ലേ അടുത്ത ഒരുക്കമാണ്. അടുക്കലൊക്കെ കുമ്പസാരിക്കണം, നന്നായിട്ട് ഒരുങ്ങണം, പ്രാർത്ഥിക്കണം കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ആൾ പറയാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു നന്മറയും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഒരു തീരുമാനം എടുക്കാനോ ആ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനോ സാധിക്കാത്തവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ആകെ ഒരു വേവറിങ്. ഇപ്പോൾ ചില പിള്ളേരുണ്ട്, ഒരു അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പോയി 2 മാസം പഠിക്കുക, അത് ശരിയാവില്ല പറഞ്ഞാൽ അടുത്തെടുത്ത് അത് കുളമാക്കി, പിന്നെ അടുത്തതിന് പോയി, ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞ പോലെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, എടുത്തതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അതിപ്പോൾ ഉദാഹരണം ദൈവവിളിയിൽ പോലും പിന്നെ ചിലപ്പോൾ കുട്ടികൾ ആദ്യം ഒരാഗ്രഹം പിന്നെ മാറി അതൊക്കെ വേണം ഉറപ്പിക്കാനതൊക്കെ ആവശ്യമായിരിക്കും. അപ്പോൾ അത് പക്ഷേ നമുക്ക് ആ തീരുമാനം എടുക്കാനും അതിൽ ഉറച്ചെടുക്കാനും ഒരു കൃപ കിട്ടണം. അപ്പോൾ ജീവിതത്തിൽ വലിയൊരു കൃപയായിരിക്കും അത്. നമുക്ക് അതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇല്ലാത്തവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാം. മഴയൊക്കെ തോളുന്നുണ്ട് കേട്ടോ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് ആമേ. ഈ ആശീർവാദമൊക്കെ നേരത്തെ ഇനി ലാസ്റ്റ് ആശീർവാദം സ്വീകരിച്ച് വെക്കണം, എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ്. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും മുൻപ് എന്നതിനെക്കുറിച്ചാണ്. മർക്കോസ് 14:29, ഗോസ്പൽ ഓഫ് സെന്റ് മാർക്ക് ചാപ്റ്റർ 14:29. പത്രോസ്ലീഹ പറഞ്ഞു, ആരൊക്കെ ഇടറിയാലും എന്നൊക്കെ സംഭവിച്ചാലും ഞാൻ ഇടറിയല്ല, അല്ലേ അത് ഞാൻ ഇടറുകയല്ല. പത്രോസ്ലീഹ വളരെ തറപ്പിച്ചൊരു പറയുന്ന ഒരു സാർ. അതിന് മുമ്പും പുറകിലൊക്കെ ഉള്ള നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട വചനങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരയിൽ ഇതിനകത്തുള്ള ഞാൻ ഇടറുകയല്ല, എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ എന്തൊക്കെ എൻ്റെ കുറേ ബാക്കിലുണ്ട്, അതിനുണ്ട്, ഞാനത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ആ ഒരൊറ്റ വാക്ക് മാത്രം എടുക്കാം. എൻ്റെ സഹോദരങ്ങളെ, വാസ്തവത്തിൽ പത്രോസ്ലീഹ ആ സമയത്ത് മറ്റാരും ഇടറുന്നതിനേക്കാൾ പത്രോസ്ലീഹ ഇടറി എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഓക്കെ, പത്രോസ്ലീഹ തന്നെ ആശ്രയിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചില്ല. പല വ്യാഖ്യാനങ്ങൾ അതിനകത്തുണ്ട്, ഇതെല്ലാം ശരി തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പലപ്പോഴും ഒരു ഡയലോഗ് പറയുന്നതിന് മുമ്പേ ഒന്നെങ്കിൽ പറയുന്നത് ഇങ്ങനെ നല്ലതാണ്. യാക്കോബ് പറഞ്ഞിട്ടുണ്ട്, ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ, അല്ലേ ആരൊക്കെ എന്ന് പറയുമ്പോൾ ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ ഞാൻ എപ്പോഴായിട്ട് പിടിച്ച് നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് വേറെ നല്ല സ്ഥലത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ പരിശ്രമിക്കുന്നതാണ്. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ എപ്പോഴും അതാണ്. മറ്റേത് ഞാൻ എന്നെ തന്നെയല്ല. ഇത് എപ്പോഴും നമ്മുടെ ഏത് സന്ദേശം ഒരു ദൈവികമായ ഒരു കണക്ഷൻ എപ്പോഴും നമ്മൾ ഇടുന്നത് നല്ലതായിരിക്കും. ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ പരിശ്രമിക്കാം, അല്ലേ? ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ പഠിക്കാം. ദൈവം തിരുമനസ്സാകുന്നുണ്ടെങ്കിൽ നടക്കും, അല്ലേ? ചില ആൾക്കാരുണ്ട്, എന്നൊക്കെ ഞാനിത് നടത്തിയിട്ടേ അടങ്ങുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, ഇങ്ങനെ നമ്മൾ തിരുത്തി പറഞ്ഞു നോക്കിയേ, അല്ലേ? കുറച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ അങ്ങനത്തെ സെൻറ്റൻസുകൾ നമ്മൾ പറയുമ്പോൾ സമയം അറിയോ, സ്വാഭാവികമായിട്ടൊരു ദൈവിക അംശത്തിലേക്ക് നമ്മൾ പതുക്കെ വളരും. ഒന്ന് പറഞ്ഞു നോക്ക്. മഴ കൂടുന്നുണ്ട്, ഞാൻ നിർത്തുകയാണ് കേട്ടോ. നമുക്കൊരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇവരുടെ സ്നേഹത്തെ കൂട്ടായ്മ എല്ലാം ഓർത്ത് നന്ദി പറഞ്ഞ് ആശീർവദിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ ചില ദുഷ്ടാരികൾ ബന്ധിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്താൽ, രക്തത്താൽ, വചനത്താൽ, കുരിശിൻ്റെ അക്ഷരാർത്ഥങ്ങൾ ആശീർവദിക്കുന്നു. ഓ കർത്താവായ ദൈവം, തീരുമാനം എടുക്കാൻ, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത വ്യക്തികൾക്ക് വലിയ ശക്തി ഉണ്ടാകട്ടെ, മനസ്സിൽ കൃപ നിറയട്ടെ. ഈ 2 സെന്റൻസ് ഇടയ്ക്കിടയ്ക്ക് എല്ലാ സാഹചര്യം പറയേണ്ട കൃപ ഇവർക്കുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.